വിശാഖപട്ടണം സ്റ്റീൽ പ്ലാന്റിൽ വൻ സ്ഫോടനം. അപകടത്തിൽ 8 തൊഴിലാളികൾ മരിച്ചു. ദ്രവരൂപത്തിലുള്ള ഇരുമ്പിൽ കുടുങ്ങിയ വാതകങ്ങൾ പുറന്തള്ളിയതാണ് ദുരന്തത്തിന് കാരണമായതെന്നാണ് പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട്. ഫാക്ടറീസ് ചീഫ് ഇൻസ്പെക്ടർ നടത്തിയ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. തിങ്കളാഴ്ച വൈകുന്നേരം ഏകദേശം 4:15 പ്ലാന്റിലെ സ്റ്റീൽ മെൽറ്റിംഗ് ഷോപ്പിൽ കാസ്റ്റിംഗിനായി ദ്രവിച്ച ഇരുമ്പ് അടങ്ങിയ ഭീമൻ പാത്രം തിരിക്കുകയും മധ്യഭാഗത്തേക്ക് ക്രമീകരിക്കുകയും ചെയ്യുന്നതിനിടെയാണ് സ്ഫോടനം നടന്നത്. ദ്രാവകം പുറത്തേക്ക് ഒഴിക്കാനുള്ള സ്ലൈഡ് ഗേറ്റ് തുറക്കുന്നതിനെ തൊട്ടുമുമ്പ് പാത്രത്തിനുള്ളിൽ വലിയ സ്ഫോടനം ഉണ്ടാകുകയായിരുന്നു. സ്ഫോടനത്തിന്റെ ആഘാതത്തിൽ പാത്രം മറിയുകയും ഏകദേശം 1500 ഡിഗ്രിക്ക് മുകളിൽ ചൂടുള്ള ഉരുകിയ ഇരുമ്പ് താഴത്തെ നിലയിൽ ജോലി ചെയ്യുകയായിരുന്ന തൊഴിലാളികളുടെ മേലേക്ക് ആകെ പടരുകയുമായിരുന്നു. സ്ഫോടനത്തെ തുടർന്ന് പ്ലാന്റിന്റെ മേൽക്കൂര വരെ ഉയർന്ന അഗ്നിഗോളം രൂപപ്പെടുകയും മുകളിലുണ്ടായിരുന്ന ക്രെയിനെ തീപിടിക്കുകയും ചെയ്തുവെന്ന് ദൃക്സാക്ഷികളായ തൊഴിലാളികൾ ഉദ്യോഗസ്ഥരോട് പറഞ്ഞു. 8 തൊഴിലാളികൾ സംഭവസ്ഥലത്ത് തന്നെ പൊള്ളലേറ്റു മരിച്ചു. പരിക്കേറ്റ മറ്റ് 6 തൊഴിലാളികൾ നിലവിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. അപകടത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തീവ്ര ദുഃഖം രേഖപ്പെടുത്തി. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 2 ലക്ഷം രൂപ വീതവും പരിക്കേറ്റവർക്ക് 50,000 രൂപ വീതവും ധനസഹായം പ്രഖ്യാപിച്ചു. ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി എൻ ചന്ദ്രബാബു നായിഡു അപകടത്തിൽ ഞെട്ടൽ രേഖപ്പെടുത്തുകയും ജില്ലാ കളക്ടറുമായും പോലീസ് കമ്മീഷണറുമായി സംസാരിച്ച് ഇരകളുടെ കുടുംബങ്ങൾക്ക് ആവശ്യമായ എല്ലാ സഹായങ്ങളും എത്തിക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്തു. സമഗ്രമായ അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് മുൻ മുഖ്യമന്ത്രി YS ജഗൻമോഹൻ റെഡ്ഡിയും ആവശ്യപ്പെട്ടു. അതേസമയം പ്ലാന്റിലെ ജീവനക്കാരുടെ കുറവും സുരക്ഷാ വീഴ്ചകളുമാണ് ഇത്തരം അപകടങ്ങൾക്ക് കാരണമാകുന്നതെന്ന് തൊഴിലാളി യൂണിയനുകൾ ആരോപിച്ചു. ആവശ്യത്തിന് ജീവനക്കാരില്ലാത്തതിനാൽ പലപ്പോഴും കൃത്യമായ അറ്റകുറ്റപ്പണികൾ നടക്കാറില്ലെന്നും അവർ ചൂണ്ടിക്കാണിച്ചു. അപകടത്തെക്കുറിച്ച് സ്വതന്ത്രമായ അന്വേഷണം നടത്തുന്നതിനായി ബൊക്കാറോ സ്റ്റീൽ പ്ലാന്റ് ഡയറക്ടറുടെ നേതൃത്വത്തിലുള്ള 3-അംഗ ബാഹ്യ സമിതിയെ കേന്ദ്ര സ്റ്റീൽ മന്ത്രാലയം ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. നേരത്തെ 2012 ഇതേ പ്ലാന്റിലെ ഓക്സിജൻ പ്ലാന്റിലുണ്ടായ സ്ഫോടനത്തിൽ 16 തൊഴിലാളികൾ മരിച്ചിരുന്നു.